നമസ്കാരം. തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. രാജ്യത്തെ വ്യോമയാന രംഗത്തെ കുതിപ്പ് ലക്ഷ്യമിട്ട് 29 നഗരങ്ങളിൽ പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കാനൊരുങ്ങി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിൽ 10 വിമാനത്താവളങ്ങളുടെ പഠനം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചെറുനഗരങ്ങളെ അന്താരാഷ്ട്ര വ്യോമപാതയുമായി ബന്ധിപ്പിക്കുകയാണ് എയർപോർട്ടുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിതിൻ മധൂക്കർ ജാംദാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10-ന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് നിതിൻ മധൂക്കർ ജാംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു. 18 വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെന്റിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി. ആധാർ എൻറോൾമെന്റ് സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ ഇനി ആധാർ നൽകുകയുള്ളൂ. ഫീൽഡ് വെരിഫിക്കേഷൻ സൗജന്യമായി ചെയ്യും. ഇതിനായി തദ്ദേശ സ്ഥാപന സെക്രട്ടറി, വില്ലേജ് ഓഫീസർ എന്നിവരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിത്തുടങ്ങിയിട്ട് 1 വർഷം തികയുമ്പോൾ വ്യാപകമായ പരാതി. മറ്റ് ട്രെയിൻ യാത്രക്കാരെ ദുരിതത്തിലാക്കിയാണ് വന്ദേ ഭാരതിന്റെ യാത്രയെന്നാണ് പരാതി. വന്ദേ ഭാരതിന് കടന്നു പോകാനായി പാസഞ്ചർ ട്രെയിൻ പല സ്ഥലങ്ങളിലായി 1 മണിക്കൂറിലേറെയാണ് പിടിച്ചിടുന്നത്. പരിഹാരം ആവശ്യപ്പെട്ട് യാത്രക്കാർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്കു നേരെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെന്ന് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട്. 2022-ലെ റിപ്പോർട്ട് സാമൂഹ്യ നീതി മന്ത്രാലയമാണ് പുറത്തുവിട്ടത്. ഇത്തരത്തിലുള്ള 98% അതിക്രമങ്ങളും 13 സംസ്ഥാനങ്ങളിലാണ് നടന്നത്. ഏറ്റവും പിറകിൽ ഉള്ള കേരളത്തിൽ 167 കേസുകൾ ഇക്കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സിന്ധുദുർഗിലെ രാജ്കോട്ട് കോട്ടയിൽ തകർന്നു വീണ ശിവാജി പ്രതിമയ്ക്ക് പകരം ഇരട്ടി വലുപ്പത്തിൽ 6 മാസത്തിനകം പുതിയതു നിർമ്മിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ. 20 കോടി രൂപയാണ് 60 അടി വലിപ്പമുള്ള ശിവാജി പ്രതിമയ്ക്ക് സർക്കാർ വകയിരുത്തിയത്. കഴിഞ്ഞ ഡിസംബർ 4-ന് നാവികസേനാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത പ്രതിമയാണ് ഓഗസ്റ്റ് 26-ന് തകർന്നു വീണത്. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പോരിന് വഴി തുറന്ന സംഭവമായിരുന്നു ഇത്. കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ മൃതദേഹം DNA സാമ്പിൾ എടുത്ത ശേഷം നാളെ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകും. പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് പൂർത്തിയാക്കും. നിലവിൽ കാർവാർ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. DNA ഫലം 2 ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. മണ്ണിടിച്ചിലിൽ കാണാതായ ലോകേഷ്, ജഗന്നാഥന് എന്നിവർക്കായുള്ള തെരച്ചിൽ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യക്കെതിരായ വ്യോമാക്രമണം യുക്രൈൻ കടുപ്പിച്ചതോടെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആണവായുധങ്ങൾ തിരിച്ചു പ്രയോഗിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. UK നൽകിയ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ഉൾമേഖലകളിലേക്ക് പോലും യുക്രൈൻ ആക്രമണം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പുടിന്റെ ആണവായുധ മുന്നറിയിപ്പ്. 2.5 വർഷത്തിനിടെ മുതലപ്പൊഴിയിൽ 66 പേർ മരിച്ചതായി തുറമുഖ വകുപ്പ് റിപ്പോർട്ട്. 2021 ജനുവരി മുതൽ 2023 ഓഗസ്റ്റ് വരെ മുതലപ്പൊഴിയിൽ അഴിമുഖത്തും കടലിലുമുണ്ടായ അപകടങ്ങളിലാണ് ഇത്രയും മരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹാർബർ എഞ്ചിനീയറിംഗ് ചീഫ് എഞ്ചിനീയർ മനുഷ്യാവകാശ കമ്മീഷനെ രേഖാമൂലം അറിയിച്ചതാണിത്. മുതലപ്പൊഴി അഴിമുഖത്ത് ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനായി തുറമുഖ വകുപ്പ് സ്വീകരിച്ച നടപടികളും നിലവിലെ സാഹചര്യവും വ്യക്തമാക്കി. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് തുറമുഖ വകുപ്പ് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ മാതാവിന് വീട് നിർമ്മിക്കുന്നതിന്
സ്ഥലം വാങ്ങാൻ സർക്കാർ അനുവദിച്ച തുക തികയില്ലെന്ന് ജില്ലാ പഞ്ചായത്ത്. പരമാവധി 5 സെന്റ് ഭൂമി വാങ്ങാൻ 2.5 ലക്ഷം രൂപ ചെലവഴിക്കാനാണ് സർക്കാർ അനുമതി നൽകിയത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.